വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആരോഗ്യമന്ത്രി ഈ വിഷയത്തെ എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ ആദ്യ ചൂട് എന്നുള്ള നിലയിലാണ് ഇന്ന് നേരിട്ട് തന്നെ ഈ യുവതിയെ വിളിച്ച് സംസാരിച്ചു. യുവതിയുടെ വീട്ടുകാരുമായും ആരോഗ്യമന്ത്രി വിശദമായി സംസാരിച്ചു. അവരെ കാര്യങ്ങൾ കേട്ടു, അവർക്കൊപ്പമുണ്ട് എന്നുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം എല്ലാ സഹായവും നൽകും. ഇവർ മെഡിക്കൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ കുടുംബം ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് നാളെ ഈ യുവതിയുടെ ആരോഗ്യ പരിശോധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നാളെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നടക്കും. ഇതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടി ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല വിദഗ്ധ സംഘത്തിന്റെ, അതായത് നേരത്തെ DMO തലത്തിലാണ് ഒരു അന്വേഷണം നടന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു പ്രാഥമിക റിപ്പോർട്ട് DHSന് കൈമാറിയിട്ടുണ്ട്. അതിന്റെ ചൂടുപിടിച്ച് തന്നെയാണ് സംസ്ഥാന തലത്തിലുള്ള വിദഗ്ധ സംഘം ഇവിടേക്ക് എത്തുന്നത്. അത് നയിക്കുന്നത് ഡോക്ടർ വീണ സരോജി എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടറാണ്, DHSന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഇവിടേക്ക് എത്തുന്നത്. അവരുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം ഗൈനക്കോളജി വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ ഒരു നിര തന്നെ അതിനകത്തുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഉണ്ടാവുക. എന്തായാലും പ്രാഥമികമായി ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ അപകടങ്ങൾ ഒഴിവായി എന്നുള്ള തരത്തിൽ തന്നെയാണ് കാണുന്നത്. കാരണം ഇത് വലിയ ഗുരുതരമായ അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും തുടർ നടപടികൾ, കർശനമായ രീതിയിൽ തന്നെയുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാകും തുടർ നടപടികൾ.